Hey guys, welcome back guys. ഇന്നെന്ന് പറഞ്ഞാൽ ജാനുവരി 25 ആണ് ഗൈസ്. ഇത് ഈ വീഡിയോ എന്നാ വരാന്നറിയില്ല. ഞാൻ പറഞ്ഞില്ല എക്സാം ഒക്കെ ആയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സ്പെഷ്യൽ ദിവസമായ ജാനുവരി 26 എൻ്റെ ബർത്ത്ഡേ ആണ്. അതും പോരാണ്ട് ഞാൻ എൻ്റെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട് അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനും എല്ലാത്തിനായിട്ടൊരു സമയം എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ TTCയിൽ എനിക്ക് കിട്ടിയ 2 ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ അവരിതായിട്ട് വ്ളോഗിൽ കാണിച്ചിട്ടുമില്ല. കുറച്ചാൾ കഴിഞ്ഞ് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ചാളായിട്ട്. അപ്പോൾ അതിനുള്ള ഏറ്റവും പറ്റിയ അവസരം ഇന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബിക്കോസ് ഇന്ന് ജാനുവരി 25 ജാനുവരി 26 ഗൈസ് എൻ്റെ ബർത്ത്ഡേ ആണ് ജാനുവരി 26. സോ അവരിത് വന്നേക്കാൾ ഇതിൽ പരം വേറൊരു ഇൻട്രൊഡക്ഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല. പ്ലീസ് ഇൻട്രൊഡ്യൂസ്. ദിസ് ഈസ് ആനി. ദിസ് ഈസ് അർച്ച. അനിയുടെ ഇത് പറയണോ? ആഡ് കൊടുക്കണ? ചെക്കൻ അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ പരം ഇൻട്രൊഡക്ഷൻ അവർക്ക് കൊടുക്കാനില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പള്ളിയിൽ നിന്ന് നേരെ വന്ന് വീട്ടിൽ കയറി. അപ്പോഴെനിക്ക് ചെറിയൊരു ദുരുദ്ദേശം അടിച്ചു. അപ്പൊ പിന്നോട്ടും അറിയില്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താ എഴുതിയേക്കണേ? ഞാൻ ആദ്യം CS21 ആദ്യം ഗിഫ്റ്റ് പൊട്ടിക്കാം, എന്നിട്ട് കേക്ക് മുറിക്കാൻ അവരും വിളിക്കാം. ഹായ് ഗൈസ്. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കുറച്ച് ഫാമിലി മാറ്റേഴ്സ്. എനിക്കൊന്നാമത് ഞാൻ പള്ളിയിലേക്ക് അമ്മ വിളിച്ചു. അമ്മ എന്നെ വിളിക്കാറുള്ളതല്ല, പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ എനിക്ക് അധികം തോന്നിയില്ല. പിന്നെ വീണ്ടും വിളിച്ചു, പിന്നെ അപ്പം വിളിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് ഡൗട്ട് തോന്നി. അപ്പൊ ഗൈസ് എനിക്ക് അങ്ങനെ തോന്നിയ സംശയം. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഞാൻ നേരെ എനിക്ക് ഇവിടെ വന്നപ്പോ ഞങ്ങൾ നോക്കി വിചാരിച്ച കാരണം ഇവിടെ ഒരു ലേറ്റ് അപ്പോഴേക്ക് വന്നു ലേറ്റ്. പക്ഷെ നിന്റെ കണ്ണു ഞാൻ കണ്ട് അല്ല എങ്ങനെ നോക്കണത്. ഈ കോലത്തിലാണ് ഞാൻ വരുന്നത്. കണ്ടാണ് ഞാൻ ടോയ്ലറ്റ് വന്നേ. അപ്പൊ ഞാൻ സാധാരണ ആണെങ്കിൽ ഞാൻ ട്രൗസർ ഇട്ട് കയറി വന്നേനെ. എങ്ങനെ തോന്നിയത്? എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാ മെയിനായിട്ടൊരു ഡയലോഗ് ഞാൻ അപ്പൻ്റെ കേട്ടു. അപ്പം വിളിക്കണത് ഞാൻ ചെറുതായിട്ട് കേട്ടു. വന്നിട്ടുണ്ടെന്നുള്ള രീതിക്ക് ഞാൻ വന്നിട്ടെന്ന് ആരോട് പറഞ്ഞ കേട്ടു. അല്ലല്ല, ഞാൻ റൂമിലുള്ളപ്പോ ഞാൻ കുറച്ച് പുറത്തു പോയിട്ട് സംസാരിക്കേണ്ടതായിരുന്നു. ഫോൺ വിളിച്ചിട്ടാ. പിന്നെ ഇവള് വിളിച്ചപ്പോ എനിക്ക് തോന്നി, ആദ്യം എനിക്ക് തോന്നി എന്താ വരാൻ ലേറ്റ് ആവണേ. അപ്പൊ എനിക്ക് അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പാട്ടെടുത്ത് നോക്കി എന്ത് പാട്ടപ്പോ ചെയ്യാനുള്ള പറഞ്ഞില്ലേ അത് ഞങ്ങൾ ഉണ്ടാക്കി ഹാമ്പർ ഇങ്ങനെ ഇരിക്കുന്ന ആലോചിക്കണം. ശരി ബുദ്ധിമുട്ടാ. അത് എതെടുക്കണ്ടേ? So guys, it's time for unboxing. ഏതാ തീർക്കണ്ടേ? Thank you. Nice. ഇതൊരു തമ്പനിയിൽ എടുക്കാം. ഇപ്പൊ നമ്മളിരിക്കുന്ന വായിപ്പിക്കും. ഇത് ഞങ്ങളുടെ പേഴ്സണൽ കേട്ടോ, അതൊന്നും കാണിക്കും. കൊറേ ഉണ്ട്ട്ടാ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഇങ്ങനെ എന്തിട്ടായാലും തന്നെ ഇത്ര ഇതുണ്ടെങ്കിൽ തന്നെ ഭയങ്കര
ഞാൻ പറയട്ടെ, ഗസ്റ്റ് ഞാൻ പറ. ഗസ്സി. പേഴ്സ് ആണോ? എനിക്കറിയില്ല. നിങ്ങളല്ലേ മേടിച്ചത്? എനിക്കറിയില്ല. പേഴ്സ്, ഡയറി. ജേണൽ. ജേണൽ. കളിക്കല്ലേ? Come on. കാണിച്ചെടുക്കില്ലേ? പേഴ്സിലല്ല കാര്യം. അത് മനസ്സിലായി. ഇത് എന്തോരാടാ? 1 2 ഇതൊക്കെ പെട്ടില്ലേ? ഇതെന്താ? ഫ്രെയിം. അത് പാക്ക് കുക്കി. You know. ഇതാരെ പാക്ക് ചെയ്തേ? ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നാണ് ഒരു. നിങ്ങളെന്താ കളിക്കണേ? ഞങ്ങള് കണ്ടിട്ടില്ലടാ. ഓ അങ്ങനെ. ഇവിടെ വെക്കാം, ഇവിടെ പറയൂ. കൊള്ളാല്ലേ? പിന്നെ പക്ഷെ ഹിന്ദി ബസ്സിലോ പോട്ടോ. ഇതിപ്പോ ഇൻട്രൊഡക്ഷൻ തരാനില്ല മക്കളെ. എവിടെ ഇത് തന്നെ എന്തോരാ. പല നിന്റെ സ്മാർട്ട് വാച്ചാ? ഇതാണോ സ്മാർട്ട് വാച്ച്? എടുത്തോ ബോക്സ് സ്മാർട്ട് വാച്ച്. സ്മാർട്ട് വാച്ച് ഇതാ അല്ല നീയല്ലേ പറഞ്ഞത്. ഞാൻ ഇത് കണ്ടപ്പോഴാണ്. എന്നാ അതെടുത്തോ. ആ എന്നാ അതെടുത്തോ. എനിക്ക് എല്ലാം ഉള്ളിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ എടുക്കും. അത് പറഞ്ഞൂടെ എടുക്കണം. സ്മാർട്ട് വാച്ച് ഇത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങക്ക് മനസ്സിലാക്കിയ ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്. ഇത്ര ചെറുത്. അതെ, പെട്ടിയില്. പിന്നല്ലാണ്ട് പിന്നെ എത്ര കാണുന്ന പെട്ടിയിലാണോ കൂളിംഗ് ഗ്ലാസ്? ഇതാണെങ്കിലും എനിക്കാണെങ്കിൽ ഓക്കെ. എനിക്കാണെങ്കിലും ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ മടക്കി വെക്കോ? ശരി ശരി അതാണ് അവനാ അയ്യോ ഞാൻ ആഗ്രഹം അതായിരുന്നു. അച്ചോ. സോറി ഗായ്സ്. ഞാൻ അടുത്ത ബർത്ത്ഡേക്ക് അത് അടുത്ത ബർത്ത്ഡേക്ക്. ഇതാ വിചാരിക്കില്ലേ കാര്യം നമ്മളെന്ന് വിചാരിച്ചില്ല. ഇത് ഫാനും മനസ്സിലാണോ? കാരണം പഠിക്കാൻ കുട്ടിക്ക് എടുക്കുന്ന എടാ, ഇത് എന്താ യൂട്യൂബിൽ കിട്ടിയതാ. അതൊക്കെ പിന്നെ പറയാം. ചെയ്യിപ്പിച്ച് പോലെ കാശ് എറിഞ്ഞോ? ഒന്നും നോക്കിയില്ല. ചെക്ക് അങ്ങട് എറിഞ്ഞു. പണം പോട്ടെ പ്രതാപം മറ്റേത് വിചാരിച്ചു. പവർ വരട്ടെ. ഇത് മറ്റേ പെന്നാണ്. സ്പേസിലേതാ എന്റെ പേര്? അതെ ഈ ഞാൻ ഇതിലേക്ക് ഓർമ്മയുള്ളൂ. നൻപെല്ലാം അങ്ങനെയല്ലേ? നീ അത് ടച്ചില്ലേ? നീ പൂവ് വിചാരിച്ചിട്ട് മേടിച്ചതാ. സ്പേസിൽ പോകുന്നില്ലേ? ഇതെന്താ ഗസി? ഗസ് ചെയ്തില്ല കേട്ടാ. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നു. എന്നാലും കഴിഞ്ഞിട്ട് അതാർക്ക് ക്ലാസ് കിട്ടാം. ഇതന്നെ ധാരാളെന്നൊക്കെ പറഞ്ഞ ഇത് ഇത് അല്ല ഞങ്ങളെ ഞാനുള്ളത് ഞങ്ങൾ വന്നാ മാത്രം മതി എന്ന് വിചാരിച്ചത്. ഒരു ഫോർമാലിറ്റിക്ക്. അതൊക്കെ അത്രേ ഉള്ളൂ. കൈ വീശി ഞാൻ പറയാറില്ല, ഇവിടെ ഞാൻ കേക്ക് മുറിക്കാറില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇക്കൊല്ലം കേക്ക് വെച്ചത്. കേക്ക് പറഞ്ഞു തുറക്കട്ടെ 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 തുറക്കാൻ പറ്റുമോ ഞാൻ എനിക്കറിയില്ല. തുറക്കട്ടെ എന്ന് പറ. ഫുള്ള് തുറക്കട്ടെ. ഓ തുറക്ക് തുറക്ക് തുറക്ക്. എന്റെ പറ്റിന് വ്ളോഗില് എന്നടാ പുള്ളി നെക്സ്റ്റ് വൺ. എടുത്തോ അത്. ഇപ്പഴല്ല, ഇതിന്റെ ഒരു കാലം വരും. ഏതിന്റെ കാലം? സിൽവർ ആണ് കേട്ടോ. എടാ ഇതിൽ പലരും ഇൻട്രൊഡക്ഷൻ ഗൈസ് ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങളാണ് ഇവര് ഞങ്ങള് ഇറക്കിയേക്കുന്നത്. നിന്നെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ വേറെ ആരും ചെയ്യും. അതാ ഞാൻ പറഞ്ഞേ, ഈ വീഡിയോ കണ്ടതിന് അതുകൊണ്ട് നിനക്കൊന്ന് ഓവറാക്കാൻ ഈ വീഡിയോയിൽ ഇത്ര നാളെ അവര് വരാത്ത എന്റെ ഒരു ഇത് തീർത്തില്ല. ഒറ്റ ഒരു ഇതില് ടാലിയായില്ലേ? ടാലി ആയോന്നാ ഗൈസ്. ഇത് കൈവിട്. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇതിന്റെ ഒരു വാല്യൂ ഓർ ഇത് ഞാൻ കൈമ നോക്കിയത് എങ്ങനെയാ മനസ്സിലായി ഇപ്പൊ? കൈമ അതിനെ നോക്കിയേ. എപ്പൊ നോക്കി നീ പറഞ്ഞില്ലേ വാച്ചാണോ? വാച്ചാണോ വെച്ചിട്ട് അതൊന്നുമില്ല. എപ്പൊ ഇപ്പഴല്ലേ? ആ ഇതിപ്പോ ഒരു ഇൻട്രഡക്ഷൻ ഇവർക്ക് കൊടുക്കാണ്ടോ ചോദിച്ചാ നിങ്ങൾക്ക് തന്നെ പറയാം.
എന്താ നോക്ക്, പതിവ് മാറ്റിട്ടുണ്ട്. ഇതാ ആദ്യം കണ്ടപ്പോഴേ പക്ഷെ ഇത് ലാസ്റ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ അച്ഛനാണ്. ഇതാണ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ ഇത് ആദ്യം കണ്ട ഗൈസ്. ഇത്രയും സപ്പോർട്ട് ഞാൻ ഈ വ്ളോഗ് തുടങ്ങണേൽ എന്നെ ഒരു പൊക്കണ്ടേ മതിയുടെ. ഇതിൽ പേരൊരു സപ്പോർട്ടിന് എവിടുന്ന് കിട്ടും? അല്ല നാളെ വ്ളോഗ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്ലോഗ് തുടങ്ങണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു വർഷം 2 വർഷമൊക്കെ ആയി. ഞങ്ങൾ TTC പഠിച്ച ടൈമിലാണ് ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നതും പിന്നെ ബ്ലോഗ് തുടങ്ങുന്നതും എല്ലാം. അതെ, സ്നേഹം തുളുമ്പുന്നതും ഞങ്ങൾ തമ്മിൽ കൈമാറുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അന്ന് മുതലേ TTC മുതൽ നമ്മൾ വ്ളോഗ് തുടങ്ങണം ആ ഒരു മൈൻഡില് ഇരിക്കുകയായിരുന്നു. പക്ഷെ TTCക്ക് പിന്നെ നമുക്ക് മാക്സിമം കുറെ പണികളുണ്ടായിരുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിലുണ്ടല്ലേ അതില് എക്സ്ട്രാ ഇൻട്രാക്ഷൻ ആദ്യം കൊടുക്കണം. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് വ്ളോഗ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് തുടങ്ങാന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ ഇത് വ്ളോഗ് ആ ടൈമിലൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളു. പക്ഷെ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. എവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല, എവിടെ ഇട്ടിട്ടില്ല എന്നുള്ളു. പക്ഷെ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ച വ്ളോഗ് തുടങ്ങും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊരു ഇതാകുമ്പോ മെമ്മറി പോലെ പറയാന്നുള്ള രീതിക്കായിരുന്നു. എന്താ അത് റീല് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തോന്നണം റിഗ്രറ്റ് ചെയ്യുന്ന വെച്ചാ ആ സമയത്ത് വ്ളോഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര കാര്യങ്ങൾ ഇങ്ങനെ കണ്ടന്റ് മാത്രല്ല ഇങ്ങനെ ഞാൻ ഡിജിറ്റൽ ഡയറി പോലെ ഇങ്ങനെ പിന്നീട് ഞാൻ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നെന്തായാലും പറ്റില്ല. അപ്പൊ ഒരു വീഡിയോയിൽ നമ്മൾ ഇരുന്നിട്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ വ്ളോഗ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് മീൻസ് യൂട്യൂബ് തുടങ്ങിയില്ല എന്നുള്ളത്. പക്ഷെ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ വ്ളോഗ് എടുത്തൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടൊരു നമ്മളൊരു ഡ്രൈവിൽ ഇട്ടുണ്ടായിരുന്നു. അതൊരു ക്ലാസ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇത് അത് ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് തോന്നിയത്. ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ആയേനെന്ന്. അപ്പോ സമയമില്ലാത്തതാണ്. അയ്യോ സമയമില്ലാത്തായിരുന്നു പ്രശ്നം. കാരണം കുറെ പണികളുണ്ടായിരുന്നു. അപ്പോ അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മള് പിന്നീട് ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അന്ന് മുതലേ ഇങ്ങനെ എന്നിട്ടാണ് അപ്പൊ തുടങ്ങാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് TTC കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ എന്തായിരുന്നു പിന്നെ അങ്ങനെ ഒരു മൈൻഡ് വന്നിട്ട് ഞാൻ ഇപ്പൊ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തുടങ്ങാൻ പോണേന്റെ ഒരു ഇത്. പെട്ടെന്നൊരു ദിവസമാണ്. പക്ഷെ അവർക്ക് അറിയായിരുന്നു എന്തായാലും തുടങ്ങുന്ന അറിയായിരുന്നു. അതുകൊണ്ട് തുടങ്ങി. പിന്നെ നമുക്ക് അതേ കാണലുണ്ടായിരുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് ഇവരായിട്ടുള്ള ഒരു വീഡിയോസ് കൂടുതൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുന്ന എല്ലാം. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത പരിപാടി കേക്ക് മുറിക്കണം. പിന്നെ ഗിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഫെമിനിസം നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവണം. അതെ ഞാൻ പറഞ്ഞ ക്യാമറ വെപ്പിച്ചതാ എന്താ പറയുന്നത് ഇതിന് ഈ ഡിസൈനിന് കൊറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞൂല്ലേ. ഞാൻ ഈ സാധനം ചോദിച്ചപ്പോഴേ എനിക്കത് അതിശയം. ഇതിന്റെ ഒരു ടെക്സ്ചറും ഈ ടെക്സ്ചറും വ്യത്യാസം ഉണ്ടല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. നിങ്ങൾ കൊറേ മാസങ്ങളുടെ പരിശ്രമം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ കൊല്ലം ഇന്നലെ നീ കണ്ടുപിടിക്കോ മുന്നേ കണ്ടുപിടിക്കോ എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. മുന്നേ കണ്ടുപിടിക്കണം. എന്റെ വൈകുന്നറിയാണ്ട് പോകുന്ന എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ മറ്റു വേറെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ളത് പഠിച്ചത്. അപ്പൊ ഓരോ കൊല്ലം ഓരോ കാര്യത്തെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് ഞങ്ങൾ. ഓരോരുത്തർ ആർട്ടുകൾ ഞാനിപ്പോ വരെ കേക്ക് എടുക്കാൻ
ഗൈസ് കഴിഞ്ഞ വർഷം എനിക്ക് തന്നതാണ് ഇവർ. ആ സമയത്ത് വീടുപണിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗൈസ്? നിങ്ങൾ നിങ്ങൾ ഏതാണ്? അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ. ഇഷ്ടായി എന്നതിൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. ഇഷ്ടായി, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതിൽ പരം ഒരു ഇനി എവിടത്തെ കിട്ടും ഗൈസ്? പ്രഷ്യസ് ഡയമണ്ട് ഇമോജി. അപ്പൊ ഗൈസ് ഇതായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയത്. കഴിഞ്ഞ എക്സാം ഗൈസ് ഈ ജാനുവരി എന്ന് പറഞ്ഞ എനിക്ക് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ഒരു നല്ലൊരു മന്തായിട്ടാണ് ഞാൻ ജാനുവരി കൂട്ടാറുള്ളത്. പക്ഷെ കഴിഞ്ഞ വട്ട എക്സാം ജനുവരിയിൽ TTCയുടെ തേർഡ് അല്ലേ? അതിന്റെ അന്ന് വേറെ സാധനം അന്ന് തന്നതായിരുന്നു ഗൈസ്. ഈ ഫോണിന്റെ കവർ അത് അന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതിന്റെ ഒരു വീഡിയോ ചെറിയ വിറ്റുണ്ടെങ്കിൽ അതില് ഇൻക്ലൂഡ് ചെയ്യും. ഞാനത് അന്നൊരു വീഡിയോ എല്ലാം നമ്മളിങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നേലും അത് തുടങ്ങുന്ന അറിയാം. അത് കാരണം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും, ഞങ്ങളോട് തന്നെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അന്ന് ഗൈസ് ഇവന് ഞങ്ങള് കവർ കൊടുത്തു, കാർഡൊക്കെ കൊടുത്തു. ഇവൻ ആ കാർഡ് തട്ടി കളിക്കായിരുന്നു ഗൈസ്. കാർഡ് അവൻ മൈൻഡ് പോലും ചെയ്തില്ല. കണ്ടില്ല ഞാൻ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത് കണ്ടപ്പോഴേ ഇതിലായി ഫുൾ ഇത്. പക്ഷെ ആ കാർഡ് അത് ഞാൻ ഇപ്പോഴും ഫയൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ഗാലറിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഇതിട്ടുണ്ടെങ്കിൽ നല്ല അടിയാ. പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഏറ്റവും ദീർഘമേറിയ സമയമെടുത്ത ബസ് യാത്രയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എനിക്കൊരു ഗസ്സുണ്ട്, എന്താണ് ഐ മീൻ ഇന്ന് 15 സോ ദിസ് ഇസ് ദി ബോക്സ്. ഇത് കട്ടിയാണ് അതിന്. ഈ സാമാനാണ് ഞാൻ പൊട്ടിച്ചിട്ട് കിട്ടണില്ല കേട്ടാ. ഇത് കുറച്ചാളല്ലേ ഉള്ളൂ. എന്തേലും വേറെ വരുന്നതൊക്കെ ഇതുണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി ടുഡേ. അപ്പോ ഓക്കെ ഗായ്സ്, ദിസ് ഇസ് ദി സാധനം. ഇതിന്റെ സീരിയസ് ഞാൻ കണ്ടില്ല, അത് ഞാൻ എല്ലാം വിചാരിച്ചു. ഇത് അയ്യോ അതിനേക്കാൾ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ വായിച്ചപ്പോഴാണ്, അതാ ഞാൻ പറ്റ ക്യാമറ ഉണക്കിയ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഞാൻ സീരിയസ്ലി ഞാൻ ഈ കവറ് ഈ വള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും തോന്നുമായിരുന്നു. ഇതാണ് എനിക്ക് കുറച്ചുകൂടി നേടുന്നത്. കുറച്ചുകൂടി കണ്ടില്ല. അയ്യോ ഇതൊക്കെ നോക്കിയ ഇഷ്യോ. അല്ലേ നീ ഫോണൊക്കെ സ്ക്രോൾ ചെയ്യാനായിട്ട് പേര് കൊടുത്തിട്ട് ഓട്ടോഗ്രാഫ് പേരെഴുതിയ പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ജാനുവരി ഞാൻ ഭയങ്കരമായിട്ട് ജാനുവരി എന്ന് പറഞ്ഞ ന്യൂ ഇയർ ഉണ്ട്, ബർത്ത്ഡേ ഉണ്ട്, ഇവിടെ പെരുന്നാളും ഉണ്ട്. അപ്പൊ ജാനുവരി ഞാൻ മിക്ക വർഷം അടിപൊളിയാക്കണം. എനിക്ക് എന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വരും ജാനുവരി ആവട്ടെ എന്നുള്ളൊരു ഇത് വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മള് ഒരു 18,000 റേഞ്ചപ്പോ പിന്നെ അധികം വരാറുണ്ടായിരുന്നില്ല. അപ്പോ ഈ വർഷമൊക്കെ അയ്യോ അതിവിടെ എന്താണ് നമ്മളധികം വന്ന ടൈമിലാണെങ്കിൽ എക്സാം, കഴിഞ്ഞ വർഷം എക്സാം ആയിരുന്നു, ഈ വർഷം എക്സാം ആയിരുന്നു. അല്ല ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം ഞാൻ ഡിസൈൻ BCA പഠിച്ചുകൊണ്ടിരിക്കുക ഡിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അതിന്റെ എക്സാം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി പോയി. ആ ഒരു ക്രിസ്മസിന്റെ ഒരു ടൈമിലാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഇടാൻ പറ്റുമായിരുന്നു. അപ്പോ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ എക്സാമിനും ഇങ്ങനെ ബർത്ത്ഡേ അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞോടെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 26-ാം തീയതിയാണ് നമുക്ക് മറ്റേ ആധാർ വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടായിരുന്നു? ഇവൾക്ക് എന്താ പരിപാടി എന്തോ ഉണ്ടായിട്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. അന്ന് എവിടെ ഹൈലൈറ്റിക്ക് പോകാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആരും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലല്ല അവളെ വിട്ടില്ല. അപ്പൊ നീ വന്നില്ല, ആരും വന്നില്ല, ഇന്നെ വിട്ടില്ല. ഞാൻ പറയാം എക്സാമിന്റെ ഇടയിൽ എങ്ങനെയാ പോണേ? പോണം അല്ലേ, എവിടെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് ജാനുവരിയില് അങ്ങനെ. അപ്പൊ ഞാൻ ഈ വർഷം വിചാരിച്ചത്
എനിക്കൊന്നും നടക്കില്ല, ഒന്നും ഉണ്ടാവില്ല എന്നൊരു ഇത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഫെബ്രുവരിയിൽ ഞാനായിട്ട് കൊണ്ടുപോകാം, ആ ഒരു സെറ്റപ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ ഇന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല നിങ്ങളൊന്ന് വരുന്നു. പിന്നെ ഇന്ന് അല്ല, രാവിലെ വരെ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ രണ്ടിതായിട്ട് ഡിസിഷൻ തന്നെ, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ കാരണം ഞാൻ ഈ ഡ്രസ്സൊന്നും ഇട്ട് വരേണ്ടതല്ലായിരുന്നു. ഞാൻ വീട്ടിലെങ്ങനെയാണ് നടക്കണ്ടായിരുന്നു, അങ്ങനെ പള്ളിക്ക് പോയോണ്ടാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ വന്നത്. പിന്നെ ഞാൻ ആലോചിച്ചുവിട്ടാ രാവിലെ, ഞാൻ ഈ വെള്ള ഷർട്ട് ഞാൻ അത് ഇടാറില്ല വല്ല പ്രോഗ്രാം അല്ല അങ്ങനെ വല്ല. അപ്പൊ ഞാൻ ആലോചിച്ചില്ല, ഇപ്പോഴാണ് ഞാൻ ആലോചിക്കണേ ഇട്ടേനുള്ള ഒരു കാരണം. എന്താ വരുന്നു, കുറച്ച് പണിയില്ല, കഴിച്ചു അവർക്ക് കുഴപ്പമില്ല വരാ. ഇവര് വന്നിട്ട് കൊറേ നേരം ഞാനാണെങ്കില് ഈ തെണ്ടി പല്ലേ പോയിട്ട് അവിടെ കിടക്കാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 8 മണി 8:30 ഇറങ്ങിയതാണ് ഗൈസ്. എന്നിട്ട് ഞങ്ങള് തൃശ്ശൂര് പോയി. തൃശ്ശൂര് പോയിട്ട് പിന്നെ ഈ കാർഡ് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. അത് ഇറങ്ങണ നേരത്താണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇത് വന്നത്. അപ്പൊ ബസ്സിൽ ഇരുന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിനെ ഈ ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കിയത് അപ്പോഴാണ്. എന്നിട്ട് നമ്മുടെ കുന്തം ഫോട്ടോസ്റ്റാറ്റിൽ പോയിട്ട് അതൊക്കെ പ്രിന്റ് എടുത്തു. എന്നിട്ട് ഞാൻ ശക്തനിലേക്ക് വന്നു. പിന്നെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അവിടുന്ന് ഞങ്ങള് ബസ് കയറി പോയി. അപ്പൊ ഇവള് ഈ ബൊക്കെയൊക്കെ മേടിച്ചിട്ട് നിന്നു, ഇവള് ആർച്ച. എന്നിട്ട് ഞങ്ങള് ബസ്സിൽ ഇവിടെ വരെ വന്നു. എന്നിട്ട് വരുമ്പോഴും ഞങ്ങക്ക് ടെൻഷനായിരുന്നു, കാരണം വഴിയിൽ വെച്ച് എങ്ങാനും ഇവനെ കണ്ടാലോ, വന്ന് വണ്ടി ഇപ്പൊ നിർത്തും എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് നടക്കണ്ടായിരുന്നു. ഞങ്ങളൊരു 10:30 കഴിഞ്ഞപ്പോ ഇവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. 10:45 കഴിഞ്ഞപ്പോ ഞങ്ങളിവിടെ വീട്ടിലെത്തി. കുറെ നേരം അവിടെ ഇരുന്നു. പിന്നെ ഈ ചെക്കൻ വരണ്ടേ, കൊറേ സമയം അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ വീട് മൊത്തം തെണ്ടി നടന്നു. പിന്നെ വിളിച്ചാൽ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ? സർപ്രൈസ് പോയില്ലേ? ഞങ്ങള് വീഡിയോ എടുത്ത് വെച്ചിട്ടാ. ഞങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട്, കാരണം അമ്മ വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് നിന്റെ അടുത്ത് പറയണ കാര്യങ്ങൾ നീ കാർഡാണെങ്കിൽ വിളിച്ചപ്പോ തന്നെ വീട്ടിലേക്ക് വരണം എന്നുള്ളത് ഞങ്ങള് കുറച്ച് പറഞ്ഞിട്ടൊക്കെ ഞങ്ങള് കുറച്ച് വീഡിയോ നേരെ എടുത്ത് വെച്ചു. ഞാൻ വീഡിയോ എടുക്കണം തന്നെ വിചാരിച്ചിട്ട്, ഐ മീൻ വീഡിയോ ഇപ്പുറത്തൊന്നും ഇനി എടുക്കാൻ പറ്റില്ല, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലോഗ് തുടങ്ങാൻ പറ്റുമോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. ബട്ട് ദിസ് വാസ് ടു അൺഎക്സ്പെക്ടഡ്. എനിക്ക് രാവിലെ ഉള്ളൂ, പിന്നെ വൈകിട്ട് ബിസി ആയിട്ട് അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പം പറഞ്ഞെടുത്തുണ്ടാവും പഠിച്ചിട്ടില്ല. പിന്നെ ഇനി ഞങ്ങൾ ഞങ്ങളുടേതായ കുറച്ച് സംസാരിച്ചിട്ട് വരാം. എനിക്ക് കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ് ഓക്കെ, കുറച്ച് ഇനി ഫാമിലി മാറ്റേഴ്സ് സംസാരിച്ചിട്ട് വരാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിച്ചു, ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഫോട്ടോ എടുത്തു, ഒരു റീല് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ വരും അല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ്. വീട്ടിൽ പോവാണ്. എന്താ വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? നാളെ അയ്യോ നാളെ റിപ്ലൈ ഇത് വരുമ്പോ സമയാവും. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്കിനി ഇനി എന്താ കാണാ, ഇനി അടുത്ത പരിപാടി വിളിക്കാം. അപ്പൊ ഗൈസ് ഇനി അവരെ ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ദിവസമായിരുന്നു. ഇവര് വന്ന് ഞാൻ പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുല്ലോ. അപ്പൊ ഗൈസ് അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നേരെ വീട്ടിൽ പോവാ, ബാക്കി പഠിക്കുക, എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വീഡിയോയിലേക്ക് അറിയില്ല. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.